അല്ല ഗൈസ്, നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ടാവില്ലേ, നമ്മൾ പറയണ കാര്യം മറ്റാൾക്ക് മനസ്സിലാവണില്ല, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അവർ ദുഷ്ടനാണ് ദുഷ്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലതരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈക്കോളജി പ്രകാരം പല തരത്തിലുള്ള ആളുകൾ അല്ലേ, ഇപ്പോൾ 16 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. 16 തരത്തിലുള്ള ഈ 16 തരത്തിലുള്ള ആളുകളും ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിലായിരിക്കും അല്ലേ. പലരുടെയും വായനയുടെ ഒരു ലോകം, അവരൊരു ലെവല്, അതേപോലെ ബൗദ്ധികമായ ഒരു നിലവാരം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. പിന്നെ അവരൊരു ഇമോഷണലായിട്ടുള്ള ഒരു ലെവല്, അതേപോലെ തന്നെ അവരൊരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്ന ഒരു മെച്യൂരിറ്റിയുടെ ഒരു ലെവല്, അതേപോലെ ഈ സംഗതിയൊക്കെ വേറൊരു എല്ലാവർക്കും ഒരേ ലെവലിലാവണമെന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരുടെ ഒരു ലെവൽ വെച്ചിട്ട് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും അവരെ കാര്യങ്ങൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ഭയങ്കര കൂളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അപ്പുറത്തേക്കണ ആൾ ചിലപ്പോൾ വളരെയധികം വൈകാരികമായിട്ടായിരിക്കും കാര്യത്തിലെടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാളുടെ അഭിപ്രായമെങ്കിൽ മറ്റേ ആൾക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റണമെന്നില്ല. അത് ആ ഇമോഷൻ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ന്യൂട്രലായിട്ട് നിന്നുണ്ടെങ്കിൽ, കൂളായിട്ട് ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റേ ആൾക്കത് മനസ്സിലാവണില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് അയാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഇത് പറയുന്ന ആൾക്ക് ഈ ഒരു ബോധം ഉണ്ടായിരിക്കണം, കേൾക്കുന്ന ആൾക്കും എന്താ പറയുക, ഈ പൊട്ടനാണ് ഈ പൊട്ടിയാണെന്നൊക്കെ കൊണ്ട് കേൾക്കുന്ന ആൾക്കാർ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്ക് കേൾക്കുന്ന ആൾക്ക് ഏകദേശം ഒരു ബോധമുണ്ട് വിചാരിക്കുക, അതായത് അത് നമ്മൾ ഒരേ ലെവലിലല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഗതി എന്നൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കച്ചറകളാണ് ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ആളുകൾ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡായിട്ട്, കുറച്ചുകൂടി ലിബറലായിട്ട്, ഇത് ഇയാളുടെ അഭിപ്രായം ഇങ്ങനെയാണ്, അപ്പോൾ ഇയാളുടെ ഒരു അഭിപ്രായം ഉണ്ടായി വരുന്ന ഒരു രീതി ഇങ്ങനെയാണ്, ഇയാളുടെ ഒരു ലോജിക്ക് ഇങ്ങനെയാണ്, ഇയാൾ അല്ലേ. അപ്പോൾ അയാൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെ ഒരു അനുഭവം അയാൾക്ക് ഉള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഒരു സംഗതി ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും അയാളുടെ ഒരു അഭിപ്രായം രൂപപ്പെട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളതിന് അംഗീകരിക്കണ്ടോ ഇല്ലേ എന്ന് വേറെ കാര്യം, പക്ഷേ അയാളുടെ ഒരു അഭിപ്രായത്തെ നമ്മൾ മാനിച്ചേ പറ്റൂ അല്ലേ, ആയിരിക്കാം. അപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കുറേ വിള്ളലുകൾ, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ലിസൺ ചെയ്യാനുള്ള ശ്രമം, അറ്റ്ലീസ്റ്റ് ശ്രമം, ആഗ്രഹമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലൈഫ് നമുക്ക് മറ്റുള്ളവർക്ക് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. വലിയ പൊട്ടൽ ജീറ്റലില്ലാണ്ട് നമുക്കിവിടെ ജീവിക്കാനും പറ്റില്ലായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഗൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?